വരുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ പേര് തുഷാര എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രജി എന്നാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ എനിക്ക് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് IVF എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി. 3 പ്രാവശ്യം IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ടും എനിക്ക് കുട്ടികളായില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ ഓരോ സാക്ഷ്യം കേൾക്കാനും അത് കണ്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഒക്ടോബറിലാണ് എനിക്ക് ലാസ്റ്റ് IVF ചെയ്യുന്നത്. അത് ഫെയിലറായി. പ്രത്യേകിച്ച് ഇനിയൊരു പ്രതീക്ഷ മുന്നോട്ടില്ല കുട്ടികളുണ്ടാകാനായിട്ടുള്ള എന്നുള്ളൊരു ഇതിൽ ആകെ മാനസികമായിട്ട് ഞാൻ തകർന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നന്നായിട്ട് അതിൽ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ഒരു കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ, അവർക്ക് മാതാവ് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ അവർ പറയുന്ന കേട്ട് ഞാൻ ചോദിച്ചു, എന്താ മാതാവേ എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്ക് ഇങ്ങനൊരു അത്ഭുതം തരാത്തത്? ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയെ തരണം, അല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായി തൊട്ടടുത്ത മാസം തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് തന്നെ പറയാം, ഞാൻ കൺസീവായി. അത് അമ്മയുടെ ഏറ്റവും വലിയൊരു കരങ്ങളാണ്. അങ്ങനെ 3 മാസം ആകുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇരട്ടക്കുട്ടികളാണെന്ന് അറിയുന്നത്. 2 കുട്ടികളുണ്ടെന്നറിയുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇതറിഞ്ഞ് ഇവിടെ വരുന്ന ഒരു ആൻറ്റി നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്നു. ആൻറ്റി എനിക്ക് തൈലവും ഉപ്പും തേനും തന്നു. തൈലം എന്നും കൊണ്ടുവന്ന് വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആൻറ്റി. ഉപ്പും തേനും എന്നോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി നീ കഴിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ ഒരു കാശുരൂപവും കൊന്തയും തന്നു. ഞാൻ എന്ന് ഹോസ്പിറ്റലിൽ പോയാലും അതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഡോക്ടേഴ്സിനൊന്ന് നമുക്കൊരു നല്ലൊരു അഭിപ്രായം അവർക്ക് പറയാനില്ല. ഇന്ന് വരെ കുഴപ്പമില്ല, നാളെ എന്ത് വേണേലും ആകാം എന്നുള്ള രീതിയിലാണ് എന്നെ പറഞ്ഞു വിടുന്നത്. ഒറ്റ പ്ലാസൻ്റെയിലാണ് 2 കുട്ടികളും. അവർക്ക് പൊക്കിൾക്കൊടി ഒന്നേ ഉള്ളൂ. അപ്പം ബ്ലഡ് സർക്കുലേഷനും അവർക്ക് കിട്ടേണ്ട ന്യൂട്രീഷനും ഒക്കെ ഒരൊറ്റ പൊക്കിൾക്കൊടിയിൽ കൂടെ വേണം എല്ലാം അവർക്ക് കിട്ടാൻ. അപ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സിനൊരു നല്ലൊരു ഇത് പറഞ്ഞു വിടാൻ എന്നോടില്ല. ഞാനപ്പോൾ എപ്പോൾ സ്കാനിങ്ങിന് കയറിയാലും മാതാവിൻ്റെ രൂപം എൻ്റെ ഉടുപ്പിൽ കുത്തിവെക്കും, കൊന്ത കയ്യിൽ പിടിക്കും. അവിടെ കയറുമ്പോൾ തന്നെ ഞാൻ ഡോക്ടേഴ്സിനോട് പറയും, എൻ്റെ കയ്യിൽ ഇന്ന സാധനമുണ്ട്, ഞാൻ ഇതും കൊണ്ടാണ് കയറുന്നത്. അറിയാവുന്ന രീതിയിൽ അവിടെ ഇന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി 33 ആഴ്ചയും 3 ദിവസവും ഉള്ളപ്പോൾ എൻ്റെ മക്കളെ സിസേറിയൻ ചെയ്തെടുത്തു. അവർ NICUവിലായിരുന്നു. അപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്താ വെച്ചാൽ 2 പേർക്കും വെയിറ്റ് കുറവ്, എൻ്റെ മക്കളെ നല്ല രീതിയിൽ തരണേ മാതാവേന്ന്. ഇന്നും ആ അനുഗ്രഹം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് 5 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ കൈക്ക് ഒരു ഇഞ്ചറി പറ്റി, വെയിൻ കട്ടായി, പെൻഡൻ കട്ടായി. 20 വർഷം കാത്തിരുന്ന് കിട്ടിയ മക്കളാണ്. ആ കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ജോലിക്ക് പോകാനും കൂടെ പറ്റണം. ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു 20 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊരു 2 കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഈ ചേച്ചി പ്രാർത്ഥിച്ചതാണ്. അതായത് നമ്മൾ യൂട്യൂബിൽ സാക്ഷ്യം കേട്ടതിന് ശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ സാക്ഷ്യം കേട്ട്, ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു, അതിനുശേഷം പിറ്റേ ഒരു മാസം ഒരു പ്രഗ്നൻ്റ് ആവുകയും പിന്നെ ഇവിടെ നിന്ന് ഉടമ്പടിയുടെ ഭാഗമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി അവിടെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്ക് ഒരു ആത്മീയമായിട്ടൊരു ഉത്കൃഷ്ടണം ഉണ്ടാകുന്നത്, ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാകുന്നത് സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് സത്യസന്ധമായിട്ട് ഒരാളുടെ ദൈവാനുഭവം പങ്കുവെക്കുമ്പോൾ അതേ ഹൃദയത്തോടും ആത്മാവോടും കൂടെ കേൾക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ സ്പർശിക്കുകയും മാതാവ് ഒരു വലിയൊരു മീഡിയമാക്കി നമ്മൾ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഒരു വലിയൊരു ഉപകരണമാക്കി എടുക്കുകയും ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടിയിലെ വസ്തുക്കൾ എന്നതുപോലെ തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കും ഒരു സൗഖ്യത്തിൻ്റെയും ഒരനുഭവത്തിൻ്റെയും ഒരു ദൈവികമായ ഇടപെടലിൻ്റെയും ഒരു കാരണമാകും എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളും ഇവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഇതുപോലെ നിങ്ങൾ കണ്ട സാക്ഷ്യങ്ങളുണ്ടാവും. ഇന്ന് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കണം, ഇവിടെ ഒരു സാക്ഷ്യത്തിന് പോലും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി അത് കേൾക്കുമ്പം അതിന് പോലും ഒരു ദൈവത്തിൻ്റെ ഒരു കടന്നുവരവിന് വലിയൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു
ഒരു പാഠം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അതിനെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് പറയുന്നത്. ഇന്നാണ് അവർ ഔദ്യോഗികമായിട്ട് ഉടമ്പടി എടുത്തതെങ്കിലും എന്നാൽ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെയൊക്കെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു വിശ്വാസത്തിൻ്റെ ചൈതന്യം ആ കേട്ട സാക്ഷ്യത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങളുടെ പങ്കുവെക്കുക, അത് മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലൊരു ദൈവത്തിൻ്റെ അനുഭവം കടന്നു വരാനായിട്ടൊരു കാരണമാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഇപ്പോൾ ഇവിടെ പറയുന്ന ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു, IVF എല്ലാം ചെയ്തിട്ടും അല്ലെങ്കിൽ ഒന്നും അസാധ്യമായിരുന്നൊരു കാര്യം ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വഴി സാധ്യമായി എന്നുള്ളതാണ്. അത് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനിയും ഉടമ്പടി ഇന്നോട്ട് ആരംഭിക്കുന്ന ഉടമ്പടി ജീവിതം ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങളുമായിട്ട് ഈ ആൾത്താരിൽ വരുവാനായിട്ട് ഈ കുടുംബത്തിന് സഹായിക്കട്ടെ, കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈ കുഞ്ഞുങ്ങളെ പ്രതി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ ചാരങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ ആഴ്ചകളിലെയും ചൊവ്വാഴ്ചകളിലെയും ധ്യാനങ്ങളും ഓൺലൈൻ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, പ്രസാദപരമാതാവേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ഭാഷണത്തിലെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.